ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഒരു മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ. സോ മേക്കപ്പ് വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കംബാക്കിന് ശേഷം ഞാൻ ഇതേവരെ ഒരു മേക്കപ്പ് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. സോ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ ഒരു മേക്കപ്പ് സ്റ്റൈല് കണ്ടു. ക്ലൗഡ്സ്കിൻ മേക്കപ്പ് എന്നാണ് കേട്ടോ അതിനെ വിളിക്കുന്നത് അങ്ങനെയാണ്. സോ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാനും അത് ചെയ്താലോ എന്ന് തോന്നിയിട്ട് ഞാനങ്ങനെ ചെയ്ത ഒരു വീഡിയോ ആണ്, ചെയ്തൊരു ലുക്കാണ് കേട്ടോ ഇത്. സോ ബേസിക്കലി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മാറ്റ് ലുക്കാണ്, കംപ്ലീറ്റ് മാറ്റ് ലുക്കാണ്. പക്ഷേ എൻ്റെ സ്കിന്ന് ഒരു ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി കഴിഞ്ഞാൽ എത്ര ഇപ്പം നമ്മൾ പൗഡർ ചെയ്ത് കോമ്പാക്റ്റൊക്കെ ഇട്ട് മാറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കഴിഞ്ഞാൽ ഓയിലി ആവും. സോ ഞാനിപ്പോൾ ഈ മേക്കപ്പൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇൻട്രോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പോർഷനിൽ ചെറുതായിട്ട് ഓയിലി ആയിട്ട് ഉണ്ടാവും കേട്ടോ. ബട്ട് ഇറ്റ്സ് ഓക്കെ. സോ ബേസിക്കലി അതാണ് ഇന്നത്തെ വീഡിയോ. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാട്ടെ. സോ ദാറ്റ് ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലിപ് ബാം ഇട്ട് തുടങ്ങാമെന്ന് വെച്ചപ്പോൾ എൻ്റെ ചുണ്ടൊക്കെ ചത്തിരിക്കുന്നു. സോ ഞാൻ അതിനൊന്ന് പുഷ്ടിപ്പെടുത്താനായിട്ട് ഇവിടെ വിൽവ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ലിപ് സ്ക്രബാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ട് കുറച്ചധികം നാളായി. വളരെ കുറച്ച് എമൗണ്ട് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത്. സോ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഞാനങ്ങനെ എപ്പോഴും ലിപ്പ് സ്ക്രബ് ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ. വീക്ക്ലി പോലും ഞാൻ ചെയ്യാറില്ല. ഇതേപോലെ വല്ലപ്പോഴും എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ പാച്ചി ആയിട്ട് തോന്നുമ്പോൾ മാത്രമേ ഞാൻ ഇതുപോലെ ലിപ്പ് സ്ക്രബ് ചെയ്ത് കൊടുക്കാറുള്ളൂ. അപ്പം നമ്മുടെ സ്ക്രബിങ് ഒക്കെ കഴിഞ്ഞു. ഇപ്പം എൻ്റെ ചുണ്ടിന് കുറച്ച് ജീവൻ വെച്ചു കേട്ടോ. ഇനി നമുക്ക് ലിപ് ബാം ഇടാം. അതിനായിട്ട് ഞാനിവിടെ ടു ഫേസ്ഡിൻ്റെ ഒരു ലിപ് ബാമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ ലിപ് ബാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര മധുരമാണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ സ്മെല്ല് പറയേ വേണ്ട, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തരം ഒരു ബബിൾ ഗത്തിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്മെല്ലാണ്. ആൻഡ് ഇതിൻ്റെ ടെക്സ്ചർ നോക്കുകയാണെങ്കിൽ ഒട്ടും ഓയിലി ആയിട്ടുള്ളൊരു ലിപ് ബാം അല്ല. സോ അതിന് ശേഷം ഞാനിവിടെ ഒരു മോയ്സ്ചറൈസറാണ് എടുക്കുന്നത്. എൻ്റെ സ്ഥിരം formularxൻ്റെ മോയ്സ്ചറൈസറാണ്. ഇതൊരു സൂപ്പർ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഓയിലി സ്കിന്നുകാർക്കൊക്കെ അടിപൊളിയാണ്. പിന്നെ ഈ സ്കിൻ ബാരിയർ ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ പറ്റിയ മേക്കപ്പിനടിയിൽ ഇടാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് മോയ്സ്ചറൈസറാണിത്. സോ ഇതിന് ശേഷം ഞാനിവിടെ ഷുഗറിൻ്റെ ഒരു ഹൈഡ്രേറ്റിംഗ് സ്റ്റിക്കാണ് കേട്ടോ എടുക്കുന്നത്. അവരുടെ ആൽക്കഹോളിക് ഹൈഡ്രേറ്റിംഗ് സ്റ്റിക്കാണിത്. സോ ഇതിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ എനിക്കിത് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും എൻ്റെ ഫേസ് കുറച്ചുകൂടെ മാറ്റ് ലുക്ക് കിട്ടുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഞാൻ എൻ്റെ ഫേസിലത്തെ ഓയിലിനെസ്സിനെ ഒന്ന് ഡിമ്മാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് എവിടേക്കാണോ ഭയങ്കര ഓയിലി ആയിട്ടിരിക്കുന്നത് അവിടെയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കണ്ടോ ഒരു തരം മാറ്റ് ആയിട്ടുള്ളൊരു ലുക്കാണ് എനിക്ക് കിട്ടാറുള്ളത്. സോ ഞാനത് എൻ്റെ ഫേസിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ബിക്കോസ് എൻ്റെത് ഭയങ്കര ഓയിലി സ്കിന്നാണ്. ആൻഡ് അതിന് ശേഷം നമ്മളിവിടെ ഫൗണ്ടേഷൻ എടുക്കുന്നത് ടു ഫേസ്ഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തന്നെ ബോൺ ദിസ് വേ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷനാണ്. ഇതാണെങ്കിൽ ഒരു സൂപ്പറായിട്ടുള്ളൊരു അടിപൊളി ഫൗണ്ടേഷനാണ്. ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനാണ്. ആൻഡ് ഇതിൻ്റെ ഫിനിഷ് വന്നിട്ട് ഒരു മീഡിയം ടു ഫുൾ കവറേജ് ആണ് കേട്ടോ. ആൻഡ് ഇത് ഭയങ്കര ഡ്രൈയിങ് അല്ല, ഒരുതരം സെമി മാറ്റ് ഫിനിഷാണ് കിട്ടുന്നത്. സോ ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ ഇത്. സോ ഇതിങ്ങനെ നമുക്ക് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ഇത്രയും ലൈറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ എൻ്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതെന്ന്. എൻ്റെ സ്കിന്ന് ഇപ്പോൾ ടാൻ ആയതുകൊണ്ടാണ് കേട്ടോ. ഇത് എൻ്റെ സ്കിന്നിൻ്റെ ശരിക്കുള്ള ഷെയ്ഡ് തന്നെയാണ്. സോ അടുത്തതായിട്ട് ഞാനിവിടെ കോമ്പാക്റ്റ് എടുക്കുന്നത് K-Beauty എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. ഇതൊരു അടുത്ത അടിപൊളി പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാനത് ഓൾമോസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞു, അടിയായി തുടങ്ങി. സോ ഞാൻ സെയിം ആ സ്പഞ്ച് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ബ്ലഷാണ് അപ്ലൈ ചെയ്യുന്നത്. സോ അതിനായിട്ട് ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ബ്ലഷ് ആണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു അടിപൊളി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ, മോവേ പിങ്ക് ഷെയ്ഡാണ്. സോ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ വിചാരിച്ചു, ഞാനിപ്പോൾ റീസെൻ്റ്ലി കണ്ടൊരു ഹാക്കാണ് കേട്ടോ, ബ്ലഷ് ഹാക്കാണ്. സോ ഇങ്ങനെ കൈ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പറ എന്താണ് അവസ്ഥ രണ്ട് സൈഡും. എനിക്ക് ഈ സൈഡ് ലൈക്ക് ഹാക്ക് യൂസ് ചെയ്ത സൈഡ് ഇച്ചിരി കയറിപ്പോയി എൻ്റെ കൈ വെച്ചത്, അതുകൊണ്ട് ബ്ലഷ് ഇച്ചിരി കണ്ണിൻ്റെ അടുത്തേക്കായ പോലെ തോന്നിയിട്ടോ. ബട്ട് ഇറ്റ്സ് ഓക്കെ, നല്ല ഒരു ഹാക്കാണ്. അതിന് ശേഷം ഞാനിവിടെ ഒരു കോൺടോർ എടുക്കുകയാണ്, പൗഡർ കോൺടോർ എടുക്കുകയാണ്. ഇത് വന്നിട്ട് ഷുഗറിൻ്റെ തന്നെ ഒരു കോൺടോറാണ് കേട്ടോ. സോ ഞാനൊരു ഐ ഷാഡോ ബ്രഷ് എടുത്തിട്ട് എൻ്റെ മൂക്ക് മാത്രം ജസ്റ്റ് ഒന്ന് കോൺടോർ ചെയ്ത് കൊടുക്കുകയാണ്. ബിക്കോസ് ആസ് യു ക്യാൻ സീ എൻ്റെ മൂക്ക് ഭയങ്കര വലിയ മൂക്കാണ്. എന്നതിന് ശേഷം ഞാൻ അതേ സെയിം ബ്രഷും അതേ സെയിം കോൺടോറും എടുത്തിട്ട് ഞാൻ എൻ്റെ കണ്ണിൻ്റെ ക്രീസ് ലൈനിൽ ജസ്റ്റായി ഒരു ഡെഫിനിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇന്ന് ഭയങ്കര മിനിമലായിട്ടുള്ള ഒരു ഐ ലുക്കാണ് ചെയ്യുന്നത്. ഒരുപാട് കളേഴ്സൊന്നും യൂസ് ചെയ്യുന്നില്ല, ഹെവി ആയിട്ടൊന്നും ചെയ്യുന്നില്ല, ലൈനർ പോലും ചെയ്യുന്നില്ല. ജസ്റ്റ് അപ്പോൾ ക്രീസ് ലൈനിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ എടുത്ത സെയിം ബ്ലഷ് എടുത്തിട്ട് എൻ്റെ കണ്ണിൻ്റെ ഔട്ടർ കോർണറിൽ നിന്ന് ഇന്നർ കോർണറിലേക്ക് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ചെറുതായിട്ട് എടുത്താൽ മതി, ചെറിയൊരു ടിൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാൻ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് മേബിലിൻ്റെ കൊളോസൽ മസ്കാരയാണ് എടുക്കുന്നത്. ഞാൻ ഏതൊക്കെ മസ്കാര മേടിച്ചാലും അവസാനം ഞാൻ ഇതിൽ തന്നെ എത്തിച്ചേരാറുണ്ട്. എനിക്ക് അത്രയും ഫേവററ്റും എൻ്റെ ലാഷസിനും അത്രയും ഇഷ്ടമുള്ളൊരു മസ്കാരയാണിത്. സോ ഇത് ഞാൻ 2 കോട്ട് 2 കണ്ണിലും നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, താഴെയും മുകളിലുമായിട്ട്. അപ്പോൾ ഞാൻ നല്ല 2 കോട്ട് ഓഫ് മസ്കാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസ്കാര ഇട്ടപ്പോൾ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ലുക്ക് മാറി. ആൻഡ് അടുത്തതായിട്ട് ഞാനൊരു ലിപ്സ്റ്റിക്കാണ് എടുക്കുന്നത്. ഇത് വന്നിട്ട് മെബ്ലിൻ്റെ തന്നെ സൂപ്പർ സ്റ്റേ ക്രയോൺ ആണ് കേട്ടോ. ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ഷെയ്ഡും ഞാനിതിൽ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക, ലിങ്കും ഞാൻ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ നമുക്ക് ലിപ്സ്റ്റിക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. I'm like, oh shit, I've been doing this a long time, lost in അപ്പോൾ നമ്മുടെ ലുക്ക് ഇവിടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഞാൻ ഐബ്രോസ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഞാൻ ഒരു സ്പൂലി എടുത്തിട്ട് ഐബ്രോസിനൊന്ന് കോംപ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ബിക്കോസ് ഒന്ന് നീറ്റായിട്ടിരിക്കണമല്ലോ നമ്മുടെ ഐബ്രോസ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോസ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആൻഡ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ ഒരു ലുക്കിനെ കുറിച്ചോ എൻ്റെ മറ്റുള്ള വീഡിയോസിനെ കുറിച്ചൊക്കെ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെന്താ, വേറെ ഒന്നുമില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.